തലശ്ശേരി മത്സ്യ മാർക്കറ്റിന് സമീപത്ത് തുറമുഖ വകുപ്പിന്റെ അധീനതയിലുള്ള കെട്ടിടവും പരിസരവും മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്നും വാഹനങ്ങളിലെത്തിയും ഇവിടെ മാലിന്യം തള്ളുന്നതായും പ്രദേശവാസികൾ ആരോപിച്ചു. തലശ്ശേരി നഗരസഭാ പരിധിയിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുമ്പോൾ മറുവശത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതും വർദ്ധിക്കുകയാണ്. നേരത്തെ കടൽപ്പാലം ഭാഗത്തായിരുന്നു മാലിന്യം തള്ളൽ രൂക്ഷമായത്. ഇവിടെ ക്യാമറകൾ സ്ഥാപിച്ചതോടെ തൊട്ടടുത്ത് തുറമുഖ വകുപ്പിന്റെ അധീനതയിലുള്ള കെട്ടിടവും പരിസരവും ഇന്ന് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നേരത്തെ ചെറിയ തോതിലുണ്ടായിരുന്ന മാലിന്യ നിക്ഷേപം വൻതോതിൽ തന്നെ വർദ്ധിച്ചു. കെട്ടിടത്തിന്റെ മതിലിന്റെ പൊക്കത്തോടൊപ്പം തന്നെ മാലിന്യവും കുന്നുകൂടി കിടക്കുന്നു. മൂക്കുപൊത്താതെ ഈ പരിസരത്തുകൂടി കടന്നുപോകാൻ സാധിക്കില്ല. ഇരുട്ടു വീണു കഴിഞ്ഞാലാകട്ടെ കെട്ടിടവും പ്രദേശവുമെല്ലാം ലഹരി മാഫിയയുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമായും മാറുകയാണ്. മത്സ്യത്തൊഴിലാളികളും സമീപത്തെ മറ്റ് കച്ചവടക്കാരും മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ശ്രമിക്കാറുണ്ടെങ്കിലും പലപ്പോഴും അത് കഴിയുന്നില്ല. നഗരസഭ ഇപ്പോൾ ഈ മാലിന്യത്തിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് ഇപ്പോൾ പാലത്തിൻ്റെ അവിടെ ക്യാമറ വെച്ച് നന്നായി എല്ലാം വേണ്ട പോലെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ദൂരത്തു നിന്നെല്ലാം ഈ പാതിരാക്ക് നമ്മളെ ഈ മാർക്കറ്റിൽ ജോലി സമയത്ത് നിന്നല്ല ഈ പാതിരാക്ക് 1 മണിക്കെല്ലാം ഈ കല്യാണ വീട്ടിലെ വേസ്റ്റുകളെല്ലാം കൊണ്ടുവന്നിട്ട് നമ്മൾ ആൾക്കാണാത്ത രീതിയിൽ വന്നിട്ട് കളയുന്നുണ്ട് ഈ പോർട്ടിൻ്റെ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിന് അവിടെ തന്നെ ഒരു ക്യാമറ വെക്കണം. വിഷയം നിരവധി തവണ തുറമുഖ വകുപ്പിന്റെയും മറ്റ് അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും പ്രദേശം സംരക്ഷിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകുകയും ചെയ്തെങ്കിലും കാര്യമായ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. മാലിന്യം തിങ്ങി നിറഞ്ഞ കെട്ടിടത്തിന്റെ ചുറ്റുമതിലും റോഡിലേക്ക് തള്ളി നിന്ന് അപകട ഭീഷണി ഉയർത്തുകയാണ്. ഒപ്പം കടുത്ത പകർച്ചവ്യാധി ഭീഷണിയും പ്രദേശം നേരിടുന്നു. മഴ പെയ്തു കഴിഞ്ഞാൽ മാലിന്യം പുറത്തേക്ക് വീഴുമോ എന്ന ഭയപ്പാടിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഇവിടെ ക്യാമറ സ്ഥാപിച്ച മാലിന്യം തള്ളുന്നവരെ പിടികൂടണമെന്നാണ് ഏവരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.